ഹലോ, ഞാൻ ലിബിൻലി. അപ്പം ഞാൻ ഇന്നൊരു സിനിമ കണ്ടു, അതായത് സാഹസം എന്ന് പറഞ്ഞൊരു പടം. അതായത് ഇന്ന് റിലീസായ ഒരു പടമാണ് സാഹസം. പടം എന്ന് പറഞ്ഞാൽ ഫുള്ളി കോമഡി എൻ്റർടൈനർ, അങ്ങനെ വേണം ആ പടത്തിനെ പറയാൻ. പിന്നെ ഞാൻ കണ്ടത് വനിതയിലാണ്. നമ്മൾ എന്നും സ്ഥിരമായിട്ട് നമ്മൾ വനിതയിൽ തന്നെ സിനിമ കാണാറുള്ളൂ. അപ്പോൾ അതിൻ്റെ കാര്യം എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് ആ തിയേറ്റർ ഇഷ്ടമായതുകൊണ്ട് തന്നെയാണ് ഞാൻ വീണ്ടും വീണ്ടും അവിടെ തന്നെ കാണുന്നത്. എന്തായാലും പടം ഒരു കോമഡി, അതായത് മറ്റേ സൗണ്ടും ബീജിയമും കുറച്ച് ആക്ഷനും കാര്യങ്ങളൊക്കെ, കുറച്ചല്ല നല്ല ആക്ഷനും കാര്യങ്ങളുണ്ട്. കാരണം ബാബു ആൻ്റണിക്കാണ് അതിലത്തെ ഒരു റോള് ചെയ്തേക്കുന്നത്. എന്തുകൊണ്ടും ഒരു കോമഡി എൻ്റർടൈനർ അങ്ങനെ വേണം പറയാൻ. അതേപോലെ തന്നെ പടത്തിൽ അഭിനയിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നരേൻ കുറേ നാളായിട്ട് മലയാളത്തിൽ ഞാനധികം പടങ്ങളിലൊന്നും കണ്ടില്ല. ഇപ്പോൾ കൂടുതലുമായിട്ട് തമിഴ് പടങ്ങളിലൊക്കെയാണ് ഞാൻ കാണാറ്. ഇപ്പോൾ മലയാളത്തിലേക്ക് ഒരു തിരിച്ചുവരവ് പോലെയാണ് നരേൻ്റെ. പുള്ളി ഒരു പോലീസുകാരനൊക്കെ ആയിട്ടാണ്. പുള്ളി നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ബാബു ആൻ്റണിയുടെ ആക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതായത് പണ്ടത്തെ ആക്ഷൻ അത്രയും വന്നില്ലെങ്കിലും ഒരുമാതിരി നല്ല രസമായിട്ട് പുള്ളി ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ റംസാൻ, പുള്ളിയാണ് ഈ പടത്തിലൊരു നായകൻ എന്ന് പറയാം. കാരണം കൂടുതലും പുള്ളിക്കാണ് ഒരു നായകൻ റോള് പുള്ളിക്കാണ്. കാരണം പുള്ളിയായിട്ട് ചുറ്റപ്പറ്റി കാര്യങ്ങളാണ് ഇതിൽ കൂടുതൽ കാട്ടുന്നത്. പിന്നെ അതിൻ്റെ ഇടയ്ക്കൊക്കെ കുറേ പേര് വരും. അതായത് കൂട്ടുകാരൊക്കെ ആയിട്ട് ശബരീഷ് വർമ്മ, പുള്ളിക്കാരൻ ഗംഭീരമായിട്ട് കോമഡി ചെയ്യുന്നുണ്ട് കേട്ടോ. പടത്തിൽ കോമഡി ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ബൈജു ഒരു അമ്മാവനായിട്ടാണ്. അതായത് അത് പടം കാണുന്നവർക്ക് മനസ്സിലാവും, അത് ക്യാരക്ടർ ഏത് രീതിയിലാണ് കണക്ട് ആവുന്നതൊക്കെ പടം കാണുമ്പോൾ മനസ്സിലാവും. എന്തായാലും ബൈജു നല്ല രസമായിട്ട് പുള്ളി ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ അജു വർഗീസിന് അധികം റോളില്ല. അതായത് അധികം നേരമൊന്നും ഇല്ല, സ്ക്രീൻ സ്പേസൊന്നും അധികം നേരം ഇല്ല. എന്നാലും പുള്ളി രസമായിട്ട് പുള്ളി അതിലൊരു മറ്റേ പാട്ടൊക്കെ പറഞ്ഞ ഒരാളൊക്കെ കേട്ടാണ് അതിൽ കാണുന്നത്. അപ്പോൾ അത് ആ ചെറിയൊരു റോളായിട്ടാണ്, കൂടുതലൊന്നുമില്ല. പിന്നെ ജാബിയോ അങ്ങനെ കണ്ടു പറഞ്ഞ് എനിക്ക് അത് അന്വേഷണം പറഞ്ഞാൽ എനിക്ക് അറിഞ്ഞുകൂടാ, കൂടുതൽ ഞാൻ പറയാനുള്ള. പിന്നെ ജീവ ജോസഫ് എന്ന് പറഞ്ഞു, അത് മറ്റേ അച്ചായൻസിലാണോ കണ്ടേക്കണേ, ഏതൊരു പടം എനിക്ക് ഓർമ്മയില്ല കൃത്യമായിട്ട്. എന്തായാലും ഇവരുടെയൊക്കെ ഒരു പടമാണ്. ഇവരുടെയൊക്കെ നല്ലൊരു കോമഡി എൻ്റർടൈനർ. അതായത് ഫാമിലിയൊക്കെ ആയിട്ട് നമുക്ക് ധൈര്യമായിട്ട് കയറി കാണാവുന്നൊരു, ഫാമിലി ആയിട്ട് എന്ന് പറയാൻ പറ്റില്ല, കാരണം അഡൽട്ട് കോമഡി ഇല്ല, അങ്ങനെയല്ല. എന്തായാലും രസമായിട്ടൊരു ഫാമിലിക്കൊക്കെ കയറി കാണാവുന്നൊരു പടമാണ് ഈ സംഭവം. ഏതാ പടത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയില്ല. പേര് മറന്നുപോയില്ല, സാഹസം. അത് പേര് ചെറിയൊരു മിസ്റ്റേക്ക് വന്നു. എന്തായാലും പടം കാണേണ്ടവർക്ക് കാണാം. പിന്നെ ഈ പടത്തിൽ നല്ല നല്ല പാട്ടുകളുണ്ട് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ഈ ബാക്ക്ഗ്രൗണ്ട് സ്കോറും മറ്റു BGM ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ എടുത്ത് നിൽക്കുന്നുണ്ട്. കാരണം അതൊക്കെ തിയേറ്ററിൽ നിന്ന് കേൾക്കുമ്പോൾ നമുക്ക് ആ ഒരു കിട്ടുന്ന ഒരു എന്താ പറയുക, ഒരു തരിപ്പ്, ഒരു വൈബ്രേഷനൊക്കെ പറയില്ലേ, ആ പാട്ടൊക്കെ വരുമ്പോൾ അതാ തിയേറ്ററിൻ്റെ ക്വാളിറ്റി കൊണ്ട് തന്നെ ആയിരിക്കുള്ളൂ. എന്തായാലും കാണേണ്ടവർക്കൊക്കെ ധൈര്യമായിട്ട് മറ്റേ സാഹസം എന്ന് പറഞ്ഞ സിനിമയാണ്. പിന്നെ അതേപോലെ തന്നെ ഈ പടത്തിൻ്റെ കഥ എഴുതി ഡയറക്റ്റ് ചെയ്തതെന്ന് പറഞ്ഞാൽ ബിപിൻ കൃഷ്ണ എന്ന് പറഞ്ഞ ഒരാളാണ്. എനിക്ക് കൂടുതലൊന്നും ഡീറ്റെയിൽ ആയില്ല, ഞാനിപ്പോൾ ബുക്ക് മൈ ഷോയിൽ നോക്കിയപ്പോൾ കണ്ടതാണ്. എന്തായാലും പടം കാണാനുണ്ട് കേട്ടോ. പിന്നെ പടത്തിനെ കുറിച്ച് വേറൊരു കാര്യം പറയുകയാണെങ്കിൽ, ശരിക്കും ഇത് മറ്റേ പുള്ളിയുടെ പേരും തൊട്ടാ ഞാൻ ഈ ആൾക്കാരുടെ പേരൊക്കെ ഞാൻ മറന്നുപോവാണ്. റംസാനാണ് ഞാൻ പറഞ്ഞത്. ഇതിലൊരു പുള്ളി ലാസ്റ്റ് ക്ലൈമാക്സിലൊക്കെ ഒരു ആക്ഷനും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അതൊക്കെ നല്ല രസമായിട്ടുണ്ട്. ഇനിയിപ്പോൾ പുള്ളി നിന്ന് വളർന്നു വരുന്നത് നടന്നു വേണമെങ്കിൽ പറയാം. കാരണം നല്ല രീതിയിൽ പുള്ളി ചെയ്തിട്ടുണ്ട്. അഭിനയിച്ചെല്ലാവരും. പിന്നെ ശബരീഷ് വർമ്മയ്ക്കാണ് കുറച്ചും കൂടി കൂടുതൽ കാര്യങ്ങൾ ഇതിൽ റോളായിട്ട് വന്നേക്കുന്നത്. എന്തായാലും കാണേണ്ടവർക്ക് കാണാം. നല്ലൊരു പടമാണ്, നല്ല ഒരു ഫീൽ ഗുഡ് എൻ്റർടൈനർ എന്ന് പറയാം. ഫാമിലിയൊക്കെ കയറി കാണാവുന്ന ഒരു എൻ്റർടൈനർ പടം. ഒരു പിന്നെ കുറച്ച് ആക്ഷനും കാര്യങ്ങളും. അപ്പോൾ എന്തായാലും കാണേണ്ടവർക്കൊക്കെ കാണാം. ശരി.